ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഗോത്രവർഗ സമൂഹം രാജ്യത്തിന്റെ സമൃദ്ധിക്കും വികസനത്തിനും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ഗൌരവ് ദിവസിന്റെ ഭാഗമായി 6640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ തുടക്കം കുറിച്ചു. ഗോത്രവർഗ വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റാനുള്ള ഊർജ്ജിത ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന്. തിരുവനന്തപുരം വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് കൊടിയേറും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസായി ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ ഗോത്രവർഗ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണിത്. ബിർസ മുണ്ടയെപ്പോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കേരളത്തിന്റെ ധീരനായ ഗോത്രവർഗ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ തലവനായിരുന്ന ചന്തുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ദിവസം കൂടിയാണ് ഇന്ന്. ഗോത്രവർഗ വിഭാഗം കൂടി വികസിക്കുമ്പോൾ മാത്രമേ രാജ്യവികസനം യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യസമരകാലം മുതൽ ഗോത്രവർഗ സമൂഹം രാജ്യത്തിന്റെ സമൃദ്ധിക്കും വികസനത്തിനുമായി വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ഗൌരവ് ദിവസ് അനുസ്മരണത്തിന്റെയും ഗോത്രവർഗ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുയിലെത്തി. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിലെ ഗോത്രവർഗ സമൂഹങ്ങളുടെ വികസനത്തിനായി 6640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തുടക്കം കുറിച്ചു. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച നാണയവും തപാൽ സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കി. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. भगवान बिरसा मुंडा की 150वीं जन्म जयंती के उत्सव शुरू हो रहे हैं. ये कार्यक्रम अगले 1 साल तक चलेगा. मुझे खुशी है कि आज देश के सैकड़ों जिलों के करीब 1 करोड़ लोग, जरा जमुई के लोग गर्व करिए, ये जमुई के लोगों के लिए गर्व का दिन है. आज देश के 1 करोड़ लोग टेक्नोलॉजी के माध्यम से हमारे इस कार्यक्रम से जुड़े हैं, जमुई से जुड़े हैं. ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഗോത്രവർഗ വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജ്ജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക്. മുന്നണികളുടെ താരപ്രചാരകരുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നത്. കൌമാരത്തിന്റെ ശാസ്ത്ര കൌതുകങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഇനി 4 നാൾ ആലപ്പുഴ വേദിയാകും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷൻ രാവിലെ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൌമാര ശാസ്ത്ര പ്രതിഭകൾ ആലപ്പുഴയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിലെ 5 സ്കൂളുകളിലായിട്ടാണ് ശാസ്ത്രോത്സവം നടത്തുന്നത്. 180 ഇനങ്ങളിലായി 5000ത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ഇത്തവണ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 530 ട്രോഫികളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കണ്ണൂർ കേളകത്തിന് സമീപം നാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. നാടക കലാകാരികളായ അഞ്ജലി, ജസിമോഹൻ എന്നിവരാണ് മരിച്ചത്. കേളകം മലയാപ്പടി റോഡ് എസ് വളവിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. 12 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് വൈകിട്ട് 4-ന് തുറക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇന്ന് നടക്കും. വൃശ്ചിക പുലരിയായ നാളെ പുതിയ മേൽശാന്തിമാരാണ് നട തുറക്കുക. ജനുവരി 14-നാണ് മകരവിളക്ക്. 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. 10,000 പേർക്ക് തത്സമയ ബുക്കിംഗും നടത്താം. ഇക്കുറി 18 മണിക്കൂറാണ് ദർശന സമയം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. തീർത്ഥാടന കാലത്ത് കുടിവെള്ള വിതരണം സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കേരള വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കി. തീർത്ഥാടകർക്കായി പമ്പ മുതൽ സന്നിധാനം വരെ 8 സംഭരണികളിലായി ഏകദേശം 68 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കുന്നുണ്ട്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് വൈകിട്ട് നടക്കും. രാവിലെ പഴയ കൽപ്പാത്തി, ചാത്തപുരം ക്ഷേത്രങ്ങളിലെ രഥപ്രയാണവും ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കൽപ്പാത്തി ഇന്ന് ദേവരഥ സംഗമത്തിന് സാക്ഷിയാകാനുള്ള ഒരുക്കത്തിലാണ്. 3 ദിവസങ്ങളിലായി അഗ്രഹാര വീതികളിൽ പ്രയാണം നടത്തുന്ന 6 തേരുകളാണ് ഇന്ന് തിസന്ധ്യയ്ക്ക് തേരുമുട്ടിയിൽ മുഖാമുഖം എത്തുക. ആ സുന്ദര ദൃശ്യം കൽപ്പാത്തി അടുത്ത 1 വർഷത്തേക്ക് ഹൃദയത്തോട് ചേർത്തുവെക്കും. അതിരാവിലെ തന്നെ അഗ്രഹാര വീതികൾ ആഘോഷത്തിന്റെ നിറങ്ങൾ അണിഞ്ഞുകഴിഞ്ഞു. തേരുകടകൾ നിറഞ്ഞ കൽപ്പാത്തി തെരുവിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കാൻ വൻ പോലീസ് സംഘത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷയൊരുക്കാൻ അഗ്നിരക്ഷ, ആരോഗ്യം, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. തിരുവനന്തപുരം വെട്ടുകാട് മാതൃതേ ദേവൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജ്യത്വ തിരുനാളിന് ഇന്ന് കൊടിയേറും. ഈ മാസം 24 വരെയാണ് തിരുനാൾ ആഘോഷം. തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിയക്കോട്. ഇന്ന് വൈകുന്നേരം 4:30 നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ലത്തീൻ അതിരൂപത സഹായമെത്രാൻ റവറൻ ആർ ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 6:30 ഇടവക വികാരി YM എഡിസൺ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അഗ്നിരക്ഷാസേന, മെഡിക്കൽ സംഘം, ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ പ്രദേശത്ത് ലഭ്യമാക്കും. KSRTC പ്രത്യേക സർവീസും നടത്തും. കാസർഗോഡ് നീലേശ്വരത്ത് വെടിക്കെട്ട് അപകടത്തിൽ മാരകമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച PC പത്മനാഭന്റെ സംസ്കാരം ഇന്ന്. അപകടത്തിൽ നേരത്തെ 5 പേർ മരിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 28-നാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 4ാമത്തെയും അവസാനത്തെയും T20 മത്സരം ഇന്ന് നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ വാൻഡറേഴ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. 3ാം മത്സരത്തിൽ ഇന്ത്യ 11 റൺസിന് വിജയിച്ചിരുന്നു. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ 2024 പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇന്നു മുതൽ ഡിസംബർ 15 വരെ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക പെട്ടികളിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,945 രൂപയും പവന് 80 രൂപ കൂടി 55,560 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വർഷത്തെ ലോകായുക്ത ദിനാഘോഷം നാളെ വൈകുന്നേരം 4 മണിക്ക് നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിയമമന്ത്രി P രാജീവ് വിശിഷ്ടാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, നിയമവിദഗ്ധർ തുടങ്ങിയവർ സംബന്ധിക്കും. കേരള ലോകായുക്ത സിറ്റിംഗ് ഈ മാസം 20, 21 തീയതികളിൽ നടക്കും. 20-ന് രാവിലെ 10:30-ന് കോട്ടയം ബാർ അസോസിയേഷൻ ഹാളിലും 21-ന് രാവിലെ 11 മണിക്ക് തൃശൂർ ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലുമാണ് സിറ്റിംഗ്. പുതിയ പരാതികളും സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഗോത്രവർഗ സമൂഹം രാജ്യത്തിന്റെ സമൃദ്ധിക്കും വികസനത്തിനും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ഗൌരവ് ദിവസിന്റെ ഭാഗമായി 6,640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ തുടക്കം കുറിച്ചു. ഗോത്രവർഗ വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റാനുള്ള ഊർജിത ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ധർത്തി ആഭ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന്. തിരുവനന്തപുരം വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് കൊടിയേറും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50-ന്.